ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 33 അംബരീഷ ചരിതമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് വ്രതഭംഗം വരുമെന്നോർത്ത്, അതായത് ദുർവാസാവ് മഹർഷി സ്നാനത്തിന് വേണ്ടി നദിയിലേക്ക് മന്ദം പോയി തിരിച്ചു വരാൻ താമസിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം പാരണ മുടക്കണം, വ്രതം മുടക്കണം. അതായത് ഇന്ദ്രൻ്റെ ആജ്ഞപ്രകാരമാണ് ദുർവാസാവ് മഹർഷി അവിടേക്ക് ആഗതനായത്. അപ്പോൾ ഇദ്ദേഹം അംബരീഷൻ വിഷമിച്ചു. എന്ത് ചെയ്യും? വ്രതഭംഗം വരുമെന്ന് ഭയന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാനെ ധ്യാനിച്ചിട്ട് തീർത്ഥം സേവിച്ച് പാരണ നിർവഹിച്ചു. തലേന്ന് വ്രതമാണ്, പിന്നെ ഉപവാസമാണ്. ഇതെല്ലാം ഓർപ്പം പിറ്റേന്ന് ഇത് പാരണ വീടിയ ഉടനെ ആഹാരം കഴിക്കേണ്ടുന്നതാണ്. അപ്പം മറ്റേ ആൾ എവിടെ പോയി? സ്നാനത്തിന് പോയിട്ട് അവിടുത്തെ പൂജകർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കൂടെ പാരണ സമയം എങ്ങനെയും കഴിഞ്ഞു പോകണം. അപ്പോഴും വ്രതം മുടങ്ങുമല്ലോ, ഇന്ദ്രൻ്റെ ആജ്ഞാപ്രകാരമാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഈ അംബരീഷൻ ഭഗവാനെ പ്രാർത്ഥിച്ചും കൊണ്ട് മറ്റേ വരുത്തിയിട്ട് വേണം അത് ചെയ്യാൻ. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് മുടക്കാൻ വന്ന ആളല്ലേ, അപ്പോൾ പിന്നീട് സമയത്തിന് കാണത്തില്ലല്ലോ. അങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് ജലം തീർത്ഥം അദ്ദേഹം സേവിച്ച് പാരണ നിർവഹിച്ചപ്പോൾ എന്ത് വന്നു? ഇത് ദിവ്യ ചക്ഷസ് കൊണ്ട് ഈ മഹർഷി അറിഞ്ഞു. അപ്പോൾ തന്നെ അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നദിയിൽ നിന്ന് കയറി വന്നിട്ട് ക്രുദ്ധനായിട്ട് ജട പറിച്ച് നിലത്തടിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ജട പറിച്ച് നിലത്തടിച്ച് ഒരു പിശാചിനെ ഉണ്ടാക്കി. ഒരു പിശാചിനി, അതെങ്ങനെയാ? തീ പോലെ ജ്വലിക്കുന്ന സംഹാരമൂർത്തിയായ ഒരു പിശാചിനിയാണ്. അങ്ങനെ അദ്ദേഹം കോപത്താൽ മുനി എന്ത് ചെയ്തു? വിവേകമൊക്കെ മറന്നുപോയി. പിന്നെയോ ഈ ഭക്തന് ഒരു കൃത്യക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള സത്യവും ഇദ്ദേഹം അങ്ങ് മറന്നുപോയി. ഈ ക്രോധം മുറ്റിയ അങ്ങനെയാണല്ലോ. അതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാൽ എന്തിനായാലും അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള കാരണം അവരവർ തന്നെ കുഴിക്കുന്ന കുഴി അവനവൻ തന്നെ ചാടുമെന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ഇതൊന്നും മനസ്സിൽ കാണുന്നില്ല. ഇങ്ങനൊരു ഭക്തനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള സത്യം അങ്ങ് മറന്നുപോയി. വിവേകമല്ല, നശിച്ചു പോയി. നമുക്ക് 6ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 6. കൃത്യാം ചതാം അസിധരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർനപദാൽ ചകമ്പേ ത്വൽഭക്തബാധം അഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിം അന്വധാവീൽ. കൃത്യാം ചതാം അസിധരാം ഭുവനം ദഹന്തീം അഗ്രേഭ്യവീക്ഷ്യ നൃപതിർനപദാൽ ചകമ്പേ ത്വൽഭക്തബാധം അഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിം അന്വധാവീൽ. ഈ ശ്ലോകത്തിൽ രാജാവിന് നേരെ, അതായത് അംബരീഷന് നേരെ ഈ മുനി ദുർവാസാവ് മഹർഷി വിട്ട ഈ കൃത്യ ആരുടെ നേരെയാണ് വിട്ടത്? അംബരീഷൻ്റെ നേരെ വിട്ട ഈ കൃത്യ രാജാവിനെ നോക്കി, അതായത് അംബരീഷനെ നോക്കി ലോകം ദഹിപ്പിച്ച് കളയും എന്ന രീതിയിൽ പാഞ്ഞങ്ങടുത്തു. എന്നാൽ ഭക്തനായ അംബരീഷനാകട്ടെ കൃത്യയെ കണ്ട് പേടിച്ചോടുകയോ അതിനെ നശിപ്പിക്കാൻ ചെയ്യുകയോ ഈശ്വര ധ്യാനത്തിൽ തന്നെ മുഴുകി നിന്ന് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ. കാരണം നമ്മളിത് മനസ്സിലാക്കണം, ഭഗവാൻ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ ഒന്നിനെയും ഭയക്കണ്ട എന്നുള്ളതാണ്. അദ്ദേഹം അംബരീഷൻ അങ്ങനെ തന്നെ നിന്ന് കൃത്യയെ കണ്ട് പേടിക്കുകയോ എന്നാൽ അതിനെ നശിപ്പിക്കാനോ ഒന്നും തന്നെ ചെയ്യാതെ ഈശ്വര ധ്യാനത്തിൽ തന്നെ മുഴുകി നിന്ന് കോപിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് ഭക്തന് ഭൂഷണവുമല്ല. തന്നെയല്ല, അവസാന ദിവസം, അതിൻ്റെ വ്രതത്തിൻ്റെ അവസാന ദിവസമാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും തെറ്റല്ലേ? അപ്പോൾ പാരണ കഴിയാതെ ജലമല്ലേ അദ്ദേഹം സേവിച്ചുള്ളൂ, പക്ഷേ ആഹാരങ്ങളൊന്നും കഴിച്ച് മാറ്റിയില്ലല്ലോ. അപ്പോൾ അവസാന ദിവസമാണ്. അത് പാരണ കഴിയാതെ എതിർത്താൽ വ്രതഭംഗം വരികയും വ്രത അനുഷ്ഠാന പുണ്യം നഷ്ടപ്പെടുകയും ചെയ്യും.
അതാണ് അംബരീഷൻ നിൽക്കുന്ന നിലയിൽ തന്നെ അനങ്ങാതെ നിന്നത്. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് മനസ്സിലറിയാമല്ലോ, ഒരു ഭക്തൻ അവിടെ നിന്ന് ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇത്രയും അതിഭയങ്കരമായ ഒരു കൃത്യമൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു ഭക്തനെ രക്ഷിക്കേണ്ട കടമ ആർക്കാ ഉള്ളത്? പോരെങ്കിൽ അദ്ദേഹം വിഷ്ണു ഭഗവാന്റെ ആ പൂജയാണ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. വ്രതം തലേന്നേ ആഹാരം കഴിക്കാതെയൊക്കെ ഉപവാസമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഓർക്കുമ്പോൾ ഭഗവാൻ അവിടെ വെറുതെ അടങ്ങിയിരിക്കൂ? അദ്ദേഹം എന്ത് ചെയ്തു ഭഗവാൻ? അപ്പം ഈ ഭഗവാൻ അവിടെ നിയോഗത്താൽ ഭക്തരക്ഷണാർത്ഥം ഒരു ഭക്തനെ രക്ഷിക്കേണ്ട കടമയുള്ളത് കൊണ്ട് സുദർശനത്തെ നിയോഗിച്ചു. ഭഗവാന്റെ സുദർശനത്തെ നിയോഗിച്ചു. സുദർശനം പെട്ടെന്ന് പാഞ്ഞു ചെന്ന് ആ സംഹാര രൗദ്രയായ കൃത്യയെ തീയിൽ വീണ ശലഭം കണക്കെ എരിച്ചു കളഞ്ഞു. അപ്പോൾ ഭഗവാന്റെ സുദർശന ചക്രം വന്ന് ആ കൃത്യയെ ഭസ്മമാക്കി കളഞ്ഞു. സുദർശനത്തെ വെല്ലാനുള്ള ശക്തി ഒന്നും ഒരു കൃത്യയ്ക്കുമില്ലല്ലോ. ആ സുദർശനം തൻ്റെ ഭക്തനെ രക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്തു? കൃത്യയെ നശിപ്പിച്ച് എന്നിട്ട് എന്ത് ചെയ്ത്? മുനിയുടെ പിന്നാലെ പാഞ്ഞെടുത്തു. ഈ ക്രോധിച്ച് നിൽക്കുന്ന ഈ ദുർവാസാവിൻ്റെ അടുക്കലേക്ക് ഇങ്ങ് ചെന്നു. കാരണം കൃത്യയ്ക്ക് ആരെങ്കിലും നശിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ, അത് വന്നു പോയില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിലേക്ക് പാഞ്ഞു. അപ്പോൾ ഈ ഭഗവാൻ ഇങ്ങനെ സുദർശന ചക്രം കൃത്യയെ മാത്രം നശിപ്പിച്ചാൽ പോരാ, ഇദ്ദേഹത്തിനെ ഭയപ്പെടുത്തണ്ടേ. അതിന് കൃത്യയെ നശിപ്പിച്ച് ഭസ്മമാക്കിയിട്ട് എന്ത് ചെയ്തു? പിന്നാലെ പോയി ഈ നല്ല പേര് അല്ല പേരങ്ങ് മറന്നു, വായിൽ വരുത്തേ, ദുർവാസാവ് മഹർഷിയുടെ അടുക്കലേക്ക് പാഞ്ഞടുത്തു. ഇത് കണ്ട മുനി എന്തോ പേടിച്ചോടി. സുദർശനം മുനിയുടെ കൂടെ ഭയപ്പെടുത്തിക്കൊണ്ട് പിന്നാലെ കൂടി. കാരണം ഭഗവാനല്ലയോ, പരമാത്മാവല്ലയോ. അപ്പം ദുർവാസാവ് മഹർഷി അഹങ്കാരം ഒന്ന് മാറണ്ടേ. അതിന് അദ്ദേഹം വിചാരിക്കും കൃത്യയെ എങ്ങനെ ഭസ്മീകരിച്ച് അതുപോലെ ഈ ദുർവാസാവിനെയും ഭസ്മീകരിക്കാനുള്ള വിചാരിച്ചാൽ അയാൾ ഓടുന്ന ഓട്ടം. പക്ഷേ ഭയപ്പെടുത്തിക്കൊണ്ട് കൂടെ ചെന്നു ഭഗവാന്റെ ചക്രവും. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 7. ധാവൻ അശേഷ ഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമഭിതേ ഗതവാൻ വിരിഞ്ചം കാലചക്രം അതിലംഘയതീത്യപാസ്ത സർവം യയൗ സച ഭവന്തം അവന്തദൈവ. ധാവൻ അശേഷ ഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമഭിതേ ഗതവാൻ വിരിഞ്ചം കാലചക്രം അതിലംഘയത് അതീത്യപാസ്ത സർവം യയൗ സച ഭവന്തം അവന്തദൈവ. ധാവൻ അശേഷ ഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമഭിതേ ഗതവാൻ വിരിഞ്ചം കാലചക്രം അതിലംഘയതീത്യപാസ്ത സർവം യയൗ സച ഭവന്തം അവന്തദൈവ. ഇവിടെ പറയുന്നത് കാലചക്രം എന്നാൽ കാലത്തിൻ്റെ ഗതി എന്നും കാലനെ പോലെ സംഹാരശേഷിയുള്ള സുദർശന ചക്രമെന്നും പറയാം. ഇത് രണ്ടും ആർക്കും തടുക്കാവതല്ല. അപ്പോൾ ഭഗവാൻ പരമാത്മാവിൻ്റെ കാലഗതിയെ അതായത് സുദർശന ചക്രമായാലും കാലഗതിയെയും കാലനെ പോലെ സംഹാരശേഷിയുള്ളതാണ് സുദർശന ചക്രവും. ഈ കാലഗതിയെപ്പോലെ തന്നെയാണ്. ഇത് രണ്ടും ആർക്കും തടുക്കാവതല്ല. കാലമാകുന്ന ഈശ്വരനെയും അദ്ദേഹത്തിൻ്റെ ചക്രത്തെയും തടയാനുള്ള വൈഭവം ലോകത്തിൽ ആർക്കുമില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ഓടി ബ്രഹ്മാവിൻ്റെ അടുക്കലും ശിവൻ്റെ അടുക്കലൊക്കെ ചെന്നു. അതുകൊണ്ട് അവിടെ ബ്രഹ്മാവും ശിവനും അതിനെ തടുക്കാൻ നിൽക്കാതെ വണങ്ങി വിട്ടത്. കാരണം ഇതിനെ കണ്ടാൽ അവിടെ ആരായി കാണണം? പരമാത്മാവായ നാരായണനെ നമ്മൾ കണ്ട് ധ്യാനിക്കണം ചക്രത്തെ കാണുമ്പോൾ. ഇദ്ദേഹം എന്താ പേടിച്ച് ഓടി. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നേഹമോ ഭക്തിയോ എന്തെങ്കിലും ഭഗവാനോടുണ്ടെങ്കിൽ അയ്യോ ചക്രം വന്ന് എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനേ എന്ന് പറഞ്ഞ അഭയം വീഴത്തില്ലേ? ഇദ്ദേഹം അഹങ്കാരം മൂത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇങ്ങനെ പുറക്കേ ഓടി. കൃത്യയെ ഭസ്മീകരിച്ച ശേഷം സുദർശനം ഇതാ നിന്നെയും സംഹരിച്ച് കളയും എന്നുള്ള രീതിയിലാണ് മുനിയുടെ അടുക്കലേക്ക് ഓടി ചെന്നത്. മുനി പേടിച്ചോടി. അപ്പോൾ സുദർശനം പിന്നാലെ പാഞ്ഞു ചെന്നു. മുനി ഓടി 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 എങ്ങനെ രക്ഷയില്ലെന്ന് കണ്ട് സത്യലോകത്ത് ചെന്ന് ബ്രഹ്മാവിനോട് എന്നെ സുദർശനത്തിൽ നിന്നും രക്ഷിക്കണമേന്ന് പ്രാർത്ഥിച്ചു എന്ന് കേണു പറഞ്ഞു. വൈഷ്ണവ തേജസ്സിനെ തടുക്കാനുള്ള ശക്തി തനിക്കില്ലെന്ന് കണ്ട ബ്രഹ്മാവ് മുനിയെ കൈവെടിഞ്ഞു പറഞ്ഞു, പറ്റത്തില്ല, ഈ വൈഷ്ണവ തേജസ്സാണിത്, പരമാത്മാവിൻ്റെ തേജസ്സാണ്, അതിനെ തടുക്കാൻ ആർക്കാലും പറ്റത്തില്ല. അങ്ങനെ ബ്രഹ്മാവ് മുനിയെ കൈവെടിഞ്ഞു പറഞ്ഞു, ഇതിനെ തടുക്കാൻ നമ്മാലാവില്ല,
ഇവിടെ ഇതിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് ചിന്തിച്ച് നിൽക്കുകയേ വേണ്ട. അങ്ങനെ ബ്രഹ്മാവ് ഒഴിഞ്ഞു. അത് കേട്ടപ്പോൾ മുനി എന്തോ ചെയ്തു, വേഗം അവിടെ നിന്ന് ഓടി കൈലാസത്തിൽ പരമേശ്വരൻ അടുക്കലേക്ക് ചെന്ന് എന്നെ രക്ഷിക്കണമേന്ന് അപേക്ഷിച്ചു. ശിവനും അങ്ങനെ തന്നെ ബ്രഹ്മാവ് പറഞ്ഞ പോലെ പിന്നെ സുദർശനത്തെ വന്ദിച്ച് നിന്ന് വീണ്ടും പറഞ്ഞു. കാരണം പരമശിവൻ കണ്ടിട്ട് വന്ദിച്ച് നിന്നിട്ട് ആരെയാ? പരമാത്മാവായ നാരായണൻ്റെ സുദർശനത്തെ കണ്ട ഭഗവാനായിട്ട് തന്നെ കണ്ടു വന്നിരിക്കും. അതാണ് ശിവനും ബ്രഹ്മാവൊക്കെ കാണുന്നപ്പോൾ ശിവഭഗവാൻ സുദർശനത്തെ വന്ദിച്ച് നിന്ന് വീണ്ടും പറഞ്ഞു, ഇവിടെ ഈ പേടി പോക്കാനാവില്ല, ഇവിടെ നിന്നാൽ ഒരു രക്ഷയില്ല. ഭഗവാന്റെ വിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിച്ചു കൊള്ളുക. വൈഷ്ണവ തേജസ്സല്ലേ വന്നേക്കുന്നത്, ഭഗവാന്റെ സുദർശനമല്ലേ വന്നേക്കുന്നത്. അതുകൊണ്ട് അത് അവിടേക്ക് തന്നെ ചെല്ലുക എന്ന് പരമശിവനും പറഞ്ഞങ്ങനെ തള്ളി പറഞ്ഞു. കാരണം ഇവിടെ ഈ പേടി പോക്കാനാവത്തില്ല, ഒക്കത്തില്ല. അത് ഭഗവാൻ വിഷ്ണുവിനടുക്ക തന്നെ ചെന്ന് ശരണം പ്രാപിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു വിട്ടു. നമുക്ക് ഇത് മനസ്സിലാക്കണം. ഒരു ഭക്തനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പരമാത്മാവ് എപ്പോഴും കാവലായി തന്നെ നിൽക്കും. എപ്പോഴും അത് ഭഗവാൻ അങ്ങനെയാണ്. ഈശ്വരന് ഇഷ്ടം ഭക്തനെ ഭയങ്കര ഇഷ്ടമാണ്. തന്നെ കൂടി അങ്ങ് മറന്നു പോകുന്നു നമ്മൾ വായിക്കുന്നില്ലേ? ഭഗവാനെ കൂടെ മറന്നു പോകും. നമ്മൾ അജാമിള മോക്ഷത്തിൽ തന്നെ വായിക്കുന്നില്ലേ അങ്ങനെ? അതാണ് ഭഗവാൻ ഈശ്വരൻ. നമ്മൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഭഗവാനെ ഭക്തിപൂർവ്വം ആരാധിക്കുകയും ഈ സുദർശന ചക്രം പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ നമ്മളെല്ലാം മനസ്സിലാക്കി ഈശ്വരനെ കൈവടിയാതെ എപ്പോഴും മനസ്സിൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, അതായത് ഇപ്പം എന്താ അംബരീഷൻ അവിടെ ആ കൃത്യം വന്നിട്ട് പോലും ഭഗവാൻ എന്നുള്ള ചിന്ത ഉള്ളിൽ നിന്ന് പോയി പേടിച്ചോ? എന്താ പേടിക്കാഞ്ഞേ? ഭഗവാൻ ആണ് എല്ലാത്തിലും വലുത്. അദ്ദേഹം വിചാരിച്ചല്ലാതെ ഒന്നും ലോകത്തിലെ ഇല പോലും അനങ്ങത്തില്ലെന്ന് ഈ അംബരീഷന് അറിയാം. ആ ഭഗവാൻ എന്ത് വന്നാലും പ്രഹ്ലാദൻ എങ്ങനെയായിരുന്നു? പ്രഹ്ലാദന് എന്തെല്ലാം രീതിയിൽ വിഷം കൊടുത്ത് കുന്നിൻ്റെ മണ്ട തള്ളിയിട്ട് ആനയെ കൊണ്ട് കുത്തിച്ച് പിന്നെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച്, എന്നിട്ട് പ്രഹ്ലാദന് എന്തെങ്കിലും സംഭവിച്ചോ? തൂണ് പിളർന്ന് നരസിംഹമൂർത്തിയായി വന്ന് ഹിരണ്യാശുവിനെ കുടലും മാലയിലെ അടുത്ത് കൊന്നില്ലേ? എന്താ കാരണം? ഭക്തൻ, അങ്ങനെ ഉറച്ച ഭക്തനാണ്. നമ്മളെല്ലാവരും ഉറപ്പുള്ളവരായിരിക്കണം. പരമാത്മാവിൽ അത്രമാത്രം ഉറപ്പ് നമുക്ക് വേണം. നമ്മുടെ ഭഗവാൻ, നമ്മുടെ ഈശ്വരൻ, നമ്മുടെ പിതാവാം ദൈവം എന്ന് ചിന്തിക്കണം. നമ്മളൊരു കർത്താവിനെ പോലെ നമ്മളൊരു ദൈവ പൈതലാകണം. പരമാത്മാവിൻ്റെ മകനായ ദൈവപുത്രൻ അങ്ങനെ ഭഗവാൻ അത് പിതാവിനെ അത്രത്തോളം സ്നേഹിച്ച് ആ കൽപ്പന പ്രമാണിച്ചു. അതുകൊണ്ടാണ് കർത്താവിന് ഇത്രയും മഹിമ വന്നത്. നമ്മൾ ചിന്തിക്കണം, നമുക്കും അതുപോലെ പാഠം തരാനാണ് അവിടുന്ന് വന്നേക്കുന്നത്. ഇതൊക്കെ ഓരോ പാഠങ്ങൾ നമ്മളും പഠിക്കണം. വന്നിട്ടുള്ള പ്രവാചകന്മാരാരും മോശക്കാരല്ല. അതെല്ലാം പരമാത്മാവിലേക്ക് അടുപ്പിക്കാനുള്ള പ്രവാചകന്മാർ, അവർ ഗുരുക്കന്മാരായിട്ട് ഈശ്വരൻ തന്നെയാണ് വന്നേക്കുന്നത്. പരമാത്മാവ് ഇങ്ങനെ വരാൻ പറ്റും, അല്ലാതെ പരമാത്മാവിന് രൂപമോ നാമമോ ആകൃതിയോ ഒന്നുമില്ല. അപ്പോൾ പരമാത്മാവ് നമ്മളെ നന്നാക്കാൻ വേണ്ടി അവിടുന്ന് ഓരോരോ രൂപമെടുത്ത് വരുമ്പോൾ നമ്മൾ അതെല്ലാം അംഗീകരിക്കണം. നമുക്ക് വേണ്ടിയാണ് ഇങ്ങനെ വന്നേക്കുന്നതെന്ന്. അത് ആരുടെയും കുത്തകയല്ല. നമുക്കെല്ലാം നമ്മൾ പിടിച്ചു പറിച്ചെടുക്കണം. നമ്മൾ അങ്ങനെ പഠിക്കണം. നമ്മൾ മനുഷ്യരെ നോക്കണ്ട. നമുക്ക് വേണ്ടി പരമാത്മാവ് ഇങ്ങനെ വന്നെങ്കിൽ അത് നമ്മൾ പങ്കിട്ടെടുക്കണം. ആ വചനങ്ങളും എല്ലാം ഭഗവാന്റെ അരുളപ്പാടെല്ലാം നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ നമുക്കും അതുപോലെ ഈശ്വരൻ്റെ നന്മ, നമുക്ക് അവിടുത്തെ കൃപ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അജ്ഞാനികളാകരുത്. നമ്മൾ വിവേകമുള്ളവരായി മാറണം. എല്ലാം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ച് മനസ്സിലാക്കണം. നമ്മൾ എന്തിനാ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ഇങ്ങനെ കഴിയുന്നത്? എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.